നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഷിബിൽ, കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ്, മനഃശാന്തി ഹോസ്പിറ്റൽ, ടമാറ്റർ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ജീരിയാട്രിക് സൈക്കാട്രി അഥവാ നമ്മുടെ മുതിർന്നവർക്ക് ബാധിക്കുന്ന മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റിയാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ മുതിർന്നവർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ വല്യപ്പമാർ, വല്യമ്മമാരൊക്കെ കണ്ടിട്ടുണ്ടാവും. അവർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഇപ്പം പണ്ടത്തെ അത്ര വയ്യ, ഒന്നും ചെയ്യാനൊരു താല്പര്യമില്ല, അല്ലെങ്കിൽ ഒന്നിനോട് ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മൾ പലപ്പോഴും അത് പ്രായമായതല്ലേ എന്നുള്ള ഒരു റീസൺ ആയിട്ട് നമ്മൾ തള്ളിക്കളയാറുണ്ട്. പക്ഷേ എന്നാൽ അതങ്ങനെയല്ല. എല്ലാ പ്രായത്തിലും വരുന്നത് പോലെ തന്നെ മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ ആ പ്രായത്തിലും ഉണ്ടാവാറുണ്ട്. ചില സാഹചര്യത്തിൽ അതിൽ കൂടുതലായിട്ടും ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടതെന്ന് വെച്ചാൽ ആ സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യമുണ്ടെന്ന് കരുതാം. ഉദാഹരണത്തിന് ഡിപ്രഷൻ അഥവാ വിഷാദം, അത് വളരെ കോമൺ ആയിട്ട് ആ പ്രായത്തിൽ വരുന്ന ഒരു കണ്ടീഷനാണ്. സാധാരണ രീതിയിൽ നമുക്ക് ദുഃഖമായിട്ടോ കരച്ചിലായിട്ടോ മാത്രമല്ല, അത് കുറച്ചൊരു വിഷമം പോലെ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എനർജി കുറവ്, അല്ലെങ്കിൽ ഒരു താല്പര്യക്കുറവ് അതുപോലെ ആയിരിക്കാം, അല്ലെങ്കിൽ വേദനകളായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഓർമ്മക്കുറവായിട്ട് വരെ അത് പുറത്തേക്ക് കാണിക്കാം. വേറെ ഉണ്ടാവുന്നത് ഉത്കണ്ഠ. പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ ഉത്കണ്ഠ കുറച്ച് കൂടുതലായിട്ട് വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പല രീതിയിലായിരിക്കാം. ഒന്ന് പേടിയായിട്ടായിരിക്കാം, പുറത്തിറങ്ങാനൊരു താല്പര്യക്കുറവും പേടിയും കൊണ്ടായിരിക്കാം. ചിലപ്പോൾ വീണ് പോകും എന്നുള്ളൊരു പേടിയായിരിക്കാം. കുറേ ആൾക്കാർ പ്രായമാവും തോറും വീണ് പോകും എന്നുള്ളൊരു പേടി പലവർക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. അങ്ങനെ ആയിരിക്കാം അത് പ്രസക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പല രീതിയിലും അത് പുറത്ത് വന്നിട്ടുണ്ടാവാം. അതേപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഓർമ്മക്കുറവ്. നിങ്ങൾ ചിലവരൊക്കെ കേട്ടിട്ടുണ്ടാവും ഡിമെൻഷ്യ എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടാവും. ഡിമെൻഷ്യ ആയിക്കൊള്ളുന്നില്ല, പല രീതിയിലും ഓർമ്മക്കുറവ് പല കാരണം കൊണ്ടും ഉണ്ടാവാം. ഈവൻ നമ്മൾ വിഷാദത്തിൻ്റെ കേസിൽ വരെ ഓർമ്മക്കുറവ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ആ ഓർമ്മക്കുറവ് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ഈ ഓർമ്മക്കുറവും പ്രത്യേകിച്ച് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ, ഈ ഒരു മുതിർന്ന ഏജ് ഗ്രൂപ്പിൽ 60, 70, 80 ഏജ് ഗ്രൂപ്പുകളിലൊക്കെ ഓർമ്മക്കുറവുള്ള പല കാരണങ്ങളുണ്ട്. നമ്മുടെ ബോഡിയിലെ ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം, നമ്മൾ അവർക്ക് ഉണ്ടാകുന്ന വേറെ രോഗങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ പ്രമേഹമായിരിക്കാം, ചിലപ്പം ബ്ലഡിൻ്റെ വേറെ ബുദ്ധിമുട്ടുകളായിരിക്കാം, ഹാർട്ടിൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കും, ബ്രെയിനിൻ്റെ ബുദ്ധിമുട്ട്, സ്ട്രോക്കോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ വലിയ ബുദ്ധിമുട്ടുകളായിരിക്കും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ കറക്റ്റായിട്ടുള്ള അതിനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്താണ് കറക്റ്റായിട്ടുള്ള ബുദ്ധിമുട്ട് എന്നുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്ന് അങ്ങനെ പ്രശ്നം കാണുകയാണെങ്കിൽ, അതിൻ്റെ ബുദ്ധിമുട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിക്കുക. അല്ലെങ്കിൽ മനസ്സിൻ്റെ ബുദ്ധിമുട്ടാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു മാനസിക ഡോക്ടറെ അല്ലെങ്കിൽ മനഃശാസ്ത്രജ്ഞനെ അപ്രോച്ച് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇത്. ഈ ഒരു പ്രായത്തിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇവർക്ക് നമ്മുടെ സാധാരണ ഉണ്ടാവുന്ന ഒരു സാധാരണ പ്രായക്കാർ, നമ്മുടെ ഒരു പ്രായത്തിലുള്ള ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റ് പോലെയല്ല. ട്രീറ്റ്മെൻറ്റ് ഒരു ഇത്തിരി വ്യത്യാസമുണ്ട്. അവർക്ക് എന്താണെന്ന് വെച്ചാൽ അവരുടെ ട്രീറ്റ്മെൻറ്റ് അപ്രോച്ചും അവർക്ക് എന്തൊക്കെയാണ് ഉണ്ടാവുന്നുള്ള ഇൻവെസ്റ്റിഗേഷനുകൾ, ബ്ലഡിൻ്റെ ടെസ്റ്റുകളൊക്കെ കുറച്ചും കൂടെ നമ്മൾ സൂക്ഷിച്ച് നമ്മൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവർക്കുണ്ടാവുന്ന മരുന്നുകളും അവർക്കുണ്ടാവുന്ന ഡോസും തന്നെ കുറച്ച് വ്യത്യസ്തമാണ്. സാധാരണ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊക്കെ നോക്കി വളരെ സൂക്ഷ്മതയോടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷനുമാണ് ആ പ്രായത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെപ്പറ്റി കുറച്ചും കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ തിരക്ക് പിടിച്ച ജീവിതത്തിലും നമ്മൾ പല കാര്യങ്ങളും ടെൻഷൻ അടിച്ച് നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്ന ഇടയിൽ നമ്മുടെ മുതിർന്നവരെ പറ്റി, നമ്മുടെ മാതാപിതാക്കളെ പറ്റി ഒരു നേരം ഒന്ന് ചിന്തിക്കുക. അവർക്ക് വേണ്ടി അവരെ കാര്യങ്ങൾ കേൾക്കാൻ കുറച്ചൊന്ന് ക്ഷമ കാണിക്കുക. അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അവർക്ക് നല്ലതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഇതിലുള്ളൊരു ഭാഗ്യം.